നമസ്കാരം. നമ്മൾ സാധാരണയായി നയതന്ത്രം അല്ലെങ്കിൽ ഡിപ്ലോമസി എന്ന് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് ആദ്യം വരിക സൈനിക ശക്തിയെക്കുറിച്ചോ അതിർത്തി തർക്കങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ വലിയ സാമ്പത്തിക ഉടമ്പടികളെക്കുറിച്ചോ ഒക്കെയാണ്. എന്നാൽ ഒരു രാജ്യത്തിന്റെ സംസ്കാരമാണ് അതിന്റെ ഏറ്റവും സ്വാധീനമുള്ള നയതന്ത്രം. കൾച്ചർ സ്പീക്സ് വെൻ പൊളിറ്റിക്സ് ഫോൾ സൈലന്റ് എന്നൊരു പ്രയോഗമുണ്ട്. രാഷ്ട്രീയം നിശബ്ദമാകുന്നിടത്ത് സംസ്കാരം സംസാരിച്ചു തുടങ്ങും. കൾച്ചറൽ ഡിപ്ലോമസിയിലൂടെ നയതന്ത്ര ബന്ധം കെട്ടിപ്പടുക്കുന്നത് പലപ്പോഴും രാഷ്ട്രീയത്തിനും അപ്പുറത്തുള്ള വലിയ സാധ്യതകളാണ് തുറന്നു തരാറുള്ളത്. സാമ്പത്തിക ശക്തിയോ സൈനിക ബലമോ ഉപയോഗിച്ച് മറ്റു രാജ്യങ്ങളെ ഭയപ്പെടുത്തുന്നതിനു പകരം സാംസ്കാരികമായ മൂല്യങ്ങളെ മുൻനിർത്തി ബന്ധങ്ങൾ ഊഷ്മളമാക്കുന്നതിനെയാണ് നമ്മൾ സോഫ്റ്റ് പവർ അല്ലെങ്കിൽ കൾച്ചറൽ ഡിപ്ലോമസി എന്ന് വിളിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതിന് വലിയ സാധ്യതകളാണ് ഉള്ളത്. ഇതിനൊരു മികച്ച ഉദാഹരണമാണ് ആഗോള തലത്തിലുള്ള യോഗയുടെ പ്രചാരണം. അന്താരാഷ്ട്ര യോഗാ ദിനം ലോകമെമ്പാടും ആചരിക്കുമ്പോൾ അത് ഇന്ത്യയുടെ സാംസ്കാരിക നയതന്ത്രത്തിന്റെ വലിയൊരു വിജയമായാണ് കണക്കാക്കുന്നത്. ഈ അടുത്ത് നടന്ന അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി G7 ഉച്ചകോടിയുടെ ഭാഗമായി ഫ്രാൻസ്, സ്ലൊവാക്യ എന്നീ രാജ്യങ്ങളിലെ ഭരണാധികാരികളുമായി കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി. ഈ കൂടിക്കാഴ്ചകളുടെ ഭാഗമായി വിദേശ പ്രതിനിധികൾക്കായി ഇന്ത്യയുടെ തനതായ പരമ്പരാഗത കരകൗശല വസ്തുക്കൾ, വസ്ത്രങ്ങൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ, ശാസ്ത്ര സാംസ്കാരിക ഗ്രന്ഥങ്ങൾ എന്നിവയുടെ സവിശേഷമായ ഒരു ശേഖരം തന്നെ ഇന്ത്യ കാഴ്ചവെച്ചു. ഈ സമ്മാനങ്ങൾ വെറും ഉപഹാരങ്ങളായിരുന്നില്ല, മറിച്ച് ഇന്ത്യയുടെ വൈവിധ്യമാർന്ന സാംസ്കാരിക പൈതൃകവും കരകൗശല വൈദഗ്ധ്യവും പരമ്പരാഗത വിജ്ഞാന സമ്പ്രദായങ്ങളും ആഗോളവേദിയിൽ വിളിച്ചോതുന്ന തന്ത്രപരമായ നീക്കങ്ങളായിരുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന് സമ്മാനിച്ചത് ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള കൈകൊണ്ട് വരച്ച ഒരു അപൂർവ കലംകരി മഹാഭാരത പെയിന്റിംഗ് ആണ്. പരമ്പരാഗതമായ പേന ഉപയോഗിച്ചുള്ള വരയും 100% പ്രകൃതിദത്തമായ ചായക്കൂട്ടുകളും ഉപയോഗിച്ചാണ് ഇത് നിർമ്മിക്കുന്നത്. മഹാഭാരതത്തിലെ അതിപ്രധാനമായ ചില സന്ദർഭങ്ങളാണ് ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. വെറുമൊരു പെയിന്റിംഗ് എന്നതിനുമപ്പുറം ഏകദേശം 6 മാസത്തെ കഠിനമായ കരകൗശല വേല ഇതിന് പിന്നിലുണ്ട്. ഇത് ഇന്ത്യയുടെ സമ്പന്നമായ കഥാഖ്യാന കലാപാരമ്പര്യത്തെയും നൂറ്റാണ്ടുകളായുള്ള സാംസ്കാരിക തുടർച്ചയെയുമാണ് ഫ്രാൻസിന് മുന്നിൽ അവതരിപ്പിച്ചത്. ഇതോടൊപ്പം മാക്രോണിന്റെ പത്നിക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി സമ്മാനിച്ചത് തെലങ്കാനയിൽ നിന്നുള്ള പ്രശസ്തമായ പോച്ചമ്പള്ളി സിൽക്ക് സ്റ്റോളാണ്. നൂലുകൾ നെയ്യുന്നതിന് മുമ്പ് തന്നെ പ്രത്യേക രീതിയിൽ കെട്ടി ചായം മുക്കി ഡിസൈനുകൾ തയ്യാറാക്കുന്ന പരമ്പരാഗതമായ ഇക്കത്ത് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിക്കുന്നത്. ജ്യാമിതീയ രൂപങ്ങൾക്കും പൂക്കളുടെ ഡിസൈനുകൾക്കും പേരുകേട്ട പോച്ചമ്പള്ളി വസ്ത്രങ്ങൾ ഇന്ത്യയുടെ വിഖ്യാതമായ നെയ്ത്തു പൈതൃകത്തെയും കൈത്തറി മികവിനെയും അന്താരാഷ്ട്ര തലത്തിൽ ഉയർത്തിക്കാട്ടുന്നതായിരുന്നു. സ്ലൊവാക്യൻ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയ്ക്ക് ഇന്ത്യ നൽകിയത് ലോകപ്രശസ്തമായ ഒരു കാശ്മീരി സിൽക്ക് കാർപ്പറ്റാണ്. ഉയർന്ന ഗുണമേന്മയുള്ള പ്രകൃതിദത്ത പട്ട് ഉപയോഗിച്ച് മാസങ്ങളോളം എടുത്ത് കൈകൊണ്ട് തുന്നിയുണ്ടാക്കുന്ന ഒന്നാണിത്. ഇതിലുള്ള സങ്കീർണമായ പൂക്കൾ, പരമ്പരാഗത ഡിസൈൻ, വള്ളിച്ചെടികളുടെ ചിത്രങ്ങൾ, മൊഡാലിയൻ പാറ്റേണുകൾ എന്നിവ കാശ്മീരിന്റെ അതുല്യമായ കലാപാരമ്പര്യങ്ങളെയും അവിടുത്തെ പ്രകൃതി ഭംഗിയെയും കൃത്യമായി അടയാളപ്പെടുത്തുന്നു. അതുപോലെ തന്നെ സ്ലൊവാക്യൻ പ്രസിഡന്റ് പീറ്റർ പെല്ലഗ്രിനിക്ക് സമ്മാനിച്ചത് ബ്രാസ് ഡോക്ര ആന്റിലോപ്പ് അഥവാ ലോഹത്തിൽ തീർത്ത ഒരു മാൻ രൂപമാണ്. ഭാരതത്തിലെ ഗോത്രവർഗ കലാകാരന്മാർ, പ്രത്യേകിച്ച് ഛത്തീസ്ഗഡ്, ഒഡീഷ, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലെ ആദിവാസി ജനവിഭാഗങ്ങൾ പരമ്പരാഗതമായി ചെയ്തു പോരുന്ന ഡോക്ര മെറ്റൽ കാസ്റ്റിംഗ് രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ആന്റിലോപ്പ് അഥവാ മാനിന്റെ രൂപങ്ങൾ സൗമ്യത, ചടുലത, പ്രകൃതിയോടുള്ള ഇണക്കം എന്നിവയെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഇവിടെ മറ്റൊരു മനോഹരമായ തന്ത്രം കൂടിയുണ്ട്. സ്ലൊവാക്യയുടെ ദേശീയ പ്രതീകങ്ങളിൽ ഒന്നായ തത്ര ചാമോയിസ് എന്ന കാട്ടാടുമായി ഈ ആന്റിലോപ്പ് രൂപത്തിന് വലിയ സാമ്യമുണ്ട്. അതിജീവനത്തെയും പരിസ്ഥിതി സൗഹാർദ്ദത്തെയും പ്രതീകവൽക്കരിക്കുന്ന ഈ സമ്മാനത്തിലൂടെ സ്ലൊവാക്യയുമായി ഒരു വൈകാരിക സാംസ്കാരിക ബന്ധം സ്ഥാപിക്കാൻ ഇന്ത്യക്ക് സാധിച്ചു എന്ന് തന്നെ പറയാം. ഇതോടൊപ്പം രാജസ്ഥാന്റെ പരമ്പരാഗത ആഭരണ നിർമ്മാണ കലയെ പ്രതിനിധീകരിക്കുന്ന കൈകൊണ്ട് നിർമ്മിച്ച തേവ മോട്ടിഫ് കഫ്ലിങ്സ് പ്രധാനമന്ത്രി സമ്മാനിക്കുകയുണ്ടായി. നിറമുള്ള കണ്ണാടിയിലേക്ക് സൂക്ഷ്മമായി കൊത്തിയെടുത്ത സ്വർണ്ണ ഷീറ്റുകൾ ഉരുക്കിച്ചു ചേർത്താണ് ഇത് നിർമ്മിക്കുന്നത്. പ്രകൃതിയിൽ നിന്നും പ്രതീകങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുള്ളതാണ് ഇതിന്റെ ഡിസൈനുകൾ. കലയ്ക്കും വസ്ത്രങ്ങൾക്കും അപ്പുറം ഇന്ത്യ തങ്ങളുടെ ശാസ്ത്ര വൈദ്യശാസ്ത്ര പൈതൃകത്തെയും
ഈ യാത്രയിൽ പ്രോത്സാഹിപ്പിച്ചു. ആയുർവേദത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങളായ ചരക സംഹിതയുടെയും സുശ്രുത സംഹിതയുടെയും ഓരോ കോപ്പികൾ സ്ലൊവാക്യൻ പാർലമെന്റ് സ്പീക്കർ റിച്ചാർഡ് റാഷിക്ക് സമ്മാനമായി നൽകി. ഇന്ത്യയുടെ വൈദ്യശാസ്ത്ര ബൗദ്ധിക പൈതൃകത്തെയും തദ്ദേശീയ ആരോഗ്യ സംരക്ഷണ വിജ്ഞാനത്തിന്റെ ചരിത്രപരമായ ആഴത്തെയും ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ ഇതിലൂടെ സാധിച്ചു. GI ടാഗ് ലഭിച്ച ഇന്ത്യയുടെ കാർഷിക വൈവിധ്യം വിളിച്ചോതുന്ന രാജസ്ഥാനിലെ നഗൌരി അശ്വഗന്ധ, ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കുർക്കുമിൻ അടങ്ങിയ മേഘാലയയിലെ ലക്കഡോങ് മഞ്ഞൾ, ജമ്മു കാശ്മീരിലെ ചെനാബ് വാലിയിൽ നിന്നുള്ള പ്രകൃതിദത്ത രാംബൻ തേൻ, വാരാണസിയിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ബനാറസി സിൽക്ക് സ്റ്റോളുകൾ എന്നിവയും ഇന്ത്യ ആഗോളവേദിയിൽ കാഴ്ചവെച്ചു. ഇതിന്റെയൊക്കെ കൂടെ ബീഹാറിൽ നിന്നുള്ള പരമ്പരാഗത മധുര പലഹാരമായ തേക്കുവ കൂടി സമ്മാനമായി നൽകിയതോടെ ആ നയതന്ത്ര ചർച്ചകൾ വളരെ മധുരകരമായ ഒരു മീറ്റിംഗ് ആയി മാറി. നമ്മുടെ പ്രാദേശിക ഭക്ഷണ സംസ്കാരത്തെ ആഗോളതലത്തിൽ ബ്രാൻഡ് ചെയ്യാനുള്ള മികച്ചൊരു നീക്കമായിരുന്നു ഇത്. വെറുമൊരു ഔദ്യോഗിക മീറ്റിംഗോ സമ്മാന കൈമാറ്റമോ മാത്രമല്ല, ഇതിന് വലിയൊരു സാമ്പത്തിക വികസന സ്വാധീനമുണ്ട്. സമൂഹത്തിന്റെ അടിത്തട്ടിൽ ജീവിക്കുന്ന കരകൗശല തൊഴിലാളികൾ, നെയ്ത്തുകാർ, ഗോത്രവർഗക്കാർ, കർഷകർ എന്നിവരെയൊക്കെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്താനും അവർക്ക് വലിയൊരു വിപണി തുറന്നുകൊടുക്കാനും ഇത്തരം ശ്രമങ്ങളിലൂടെ സാധിക്കുന്നു. ഭൂപ്രദേശ സൂചിക അഥവാ GI ടാഗ് പദവി ലഭിച്ച ഉൽപ്പന്നങ്ങൾക്ക് ആഗോളതലത്തിൽ വലിയ ശ്രദ്ധ നേടിക്കൊടുക്കുന്നതിലൂടെ നമ്മുടെ കയറ്റുമതി വർദ്ധിക്കുകയും പരമ്പരാഗത വ്യവസായങ്ങൾ സംരക്ഷിക്കപ്പെടുകയും ചെയ്യും. കേവലം രാഷ്ട്രീയ ബന്ധങ്ങൾക്കും അപ്പുറം ടൂറിസം, എഡ്യൂക്കേഷണൽ എക്സ്ചേഞ്ചുകൾ എന്നിവയും പ്രോത്സാഹിപ്പിക്കപ്പെടും. ഒപ്പം തന്നെ ഇന്ത്യയിലേക്കുള്ള വിദേശ നിക്ഷേപങ്ങൾ കൂട്ടുന്നതിലേക്കും ഇത് വഴിതെളിക്കും. ഒരു രാഷ്ട്രവുമായി ദീർഘകാല ബന്ധം സ്ഥാപിക്കുന്നതിനും ആ രാജ്യത്തിന്റെ വിശ്വാസ്യത നേടിയെടുക്കുന്നതിനും സോഫ്റ്റ് പവർ വളരെ സഹായകരമാണ്. അതുകൊണ്ട് തന്നെയാണ് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യക്ക് സ്വന്തമായി ഒരു സ്ട്രാറ്റജിക് ഓട്ടോണമി കാത്തു സൂക്ഷിക്കാൻ സാധിക്കുന്നതും. സമൂഹത്തിന്റെ അടിത്തട്ടിൽ വരെ സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന ഒന്നുണ്ടെങ്കിൽ അത് സോഫ്റ്റ് പവർ തന്നെയാണ്. അക്കാര്യത്തിൽ ഇന്ത്യ വളരെ സമ്പന്നമാണെന്നത് ലോക നിലവാരത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ഉറപ്പിച്ചു തന്നെ നിർത്തുന്നു. യുനെസ്കോ ഇൻടാഞ്ചിബിൾ ഹെറിറ്റേജ് മീറ്റിംഗ്സ്, ബ്രിക്സ് പോലുള്ള അന്താരാഷ്ട്ര വേദികളെ ഇന്ത്യ അതിനായി ഉപയോഗിക്കാറുമുണ്ട്. ലോകത്തെ മുഴുവൻ ഒരു കുടുംബമായി കാണുന്ന വസുധൈവ കുടുംബകം എന്ന ഭാരതീയ സന്ദേശമാണ് ഇതിലൂടെയെല്ലാം ഇന്ത്യ മുന്നോട്ട് വെക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഒരു രാജ്യത്തിന്റെ സംസ്കാരമാണ് അതിന്റെ ഏറ്റവും സ്വാധീന ശക്തിയുള്ള നയതന്ത്രജ്ഞൻ. ആയുധങ്ങളില്ലാതെ, ഭീഷണികളില്ലാതെ, എന്നാൽ മനുഷ്യ ഹൃദയങ്ങളെ ആഴത്തിൽ സ്വാധീനിക്കുന്ന ഒന്ന്. ഇന്ത്യയുടെ ഈ നയതന്ത്ര സമീപനത്തെക്കുറിച്ച് നിങ്ങൾക്കും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. മറ്റൊരു വിഷയവുമായി വീണ്ടും എത്താം. നന്ദി, നമസ്കാരം.